ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വലി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. മ്യൂച്വലി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നമുക്കറിയാം. എയും ബിയും എന്ന് പറയുന്ന ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. നമ്മൾ 3 ഇവൻറ്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ നോക്കാം എന്താണ് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന്. ഓക്കെ, അതായത് 3 ഇവൻറ്റ്സ് ഉണ്ട്, എയും ബിയും സിയും. എയും ബിയും സി എന്ന് പറയുന്ന ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അത് ഇതിൻ്റെ അർത്ഥം എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്ന് പറയാം പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആയിരിക്കണം. കൂടാതെ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി ആയിരിക്കണം. ഓക്കെ, അത് ഫസ്റ്റ് ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എയും ബിയും സിയും എന്ന് പറയുന്ന ഇവൻറ്റ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഈ ആദ്യത്തെ 3 കണ്ടീഷൻ ഈ ഇവൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ നമ്മളിതിനെ പറഞ്ഞ പേരാണ് പെയർ വൈസ് ഇൻഡിപെൻഡൻസ്. എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ്. പെയർ വൈസ് ഇൻഡിപെൻഡൻസിൽ 2 ഇവൻറ്റ്സ് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ആദ്യത്തെ 3 കണ്ടീഷൻ, ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്തെന്ന് പറയാം? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് എന്നും. ഈ 4 കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് പറയാം? മ്യൂച്വലി ഇൻഡിപെൻഡൻസ് എന്നും പറയും കേട്ടോ. മ്യൂച്വലി ഇൻഡിപെൻഡൻസ് എന്നും പറയും. ഓക്കെ, ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഇവൻറ്റ്സ് എയും ബിയും സിയും എന്ന ഇവൻറ്റ്സ് ആദ്യത്തെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ പെയർ വൈസ് ഇൻഡിപെൻഡൻസ്, 4 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. ഓക്കെ, ഈ എയും ബിയും സിയും എന്ന് പറഞ്ഞ ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ഇംപ്ലൈസ് ദാറ്റ് പെയർ വൈസ് ഇൻഡിപെൻഡൻസ്. എയും ബിയും സിയും എന്ന് പറഞ്ഞ ഇവൻറ്റ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതെന്ത് തന്നെ ആയിരിക്കും? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആയിരിക്കും. പക്ഷേ തിരിച്ച് പറയാൻ ഒക്കത്തില്ല. അതായത് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണ് എങ്കിൽ മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഓക്കെ, നമ്മൾ 3 ഇവൻറ്റ്സിനെ പറ്റിയാണ് ഞാൻ പെയർ വൈസ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ഓഫ് 3 ഇവൻറ്റ്സ് ആണ് നേരത്തെ കണ്ടത്. n ഇവൻറ്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1 A2 എക്സെട്ര AN ആർ സെർവ്ഡ് ടു ബി മ്യൂച്വലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഫസ്റ്റ് കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് AI AJ എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AJ ആയിരിക്കണം. I, J is equal to 1 to etc. I not equal to J ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് AI AJ AK is equal to പ്രോബബിലിറ്റി ഓഫ് A ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AJ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് AK ആയിരിക്കണം. അങ്ങനെ എക്സെട്ര പ്രോബബിലിറ്റി ഓഫ് A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഇൻറ്റു എക്സെട്ര പ്രോബബിലിറ്റി ഓഫ് AN ആയിരിക്കണം. ഓക്കെ, ഇവിടെ മ്യൂച്വലി ഇൻഡിപെൻഡൻസ് എന്താണ്? മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ അത് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആയിരിക്കണം. അത് ഫസ്റ്റ് കണ്ടീഷൻ തന്നെ എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, പെയർ വൈസ് ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷനാണ്. ഇനി ക്വസ്റ്റ്യനാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോ ദാറ്റ് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് നീഡ് നോട്ട് ബി മ്യൂച്വലി ഇൻഡിപെൻഡൻസ്. അതായത് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണ് എങ്കിൽ അത് മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആവണമെന്നില്ല. ഓക്കെ, അത് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചോദിക്കും എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് നീഡ് നോട്ട് ബി മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണോ അല്ലയോ എന്ന് ഒരു പ്രൂഫ് ചോദിക്കും.
ഓക്കെ, അപ്പോൾ നമ്മളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഒരു ബോക്സ് ഉണ്ട്, ബോക്സിൽ 4 കാർഡുണ്ട്. ഓക്കെ, 4 കാർഡ്സ് ഉണ്ട്. ആ കാർഡ്സിൻ്റെ നമ്പർ വന്നിട്ട് 101, 011, 110, 000. ഓക്കെ, 4 നമ്പറുണ്ട്. 4 കാർഡ്സ് ഉണ്ട്. ഓരോ കാർഡ്സിലും ഓരോരോ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കാർഡ് എടുക്കുന്നു. അപ്പം A1 എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് ഡിജിറ്റായിട്ട് 1 കിട്ടുക. ഓക്കെ, ആദ്യത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. A2 എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കണം, സെക്കൻഡ് ഡിജിറ്റ് 1 ആയിരിക്കണം. സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. A3 എന്ന് പറയുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് തേർഡ് ഡിജിറ്റ് എന്താണ്, തേർഡ് ഡിജിറ്റ് മൂന്നാമത്തെ ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, അപ്പം A1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കണം. A2 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ഡിജിറ്റ് 1 ആയിരിക്കണം. A3 എന്ന് പറയുന്നത് എന്താണ്, തേർഡ് ഡിജിറ്റ് 1 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 എന്തായിരിക്കും, പ്രോബബിലിറ്റി ഓഫ് A1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഫസ്റ്റ് ഡിജിറ്റ് 1. ടോട്ടൽ എത്ര ഉണ്ട്, കാർഡ്സ് ഉണ്ട്, 4 ഉണ്ട്. ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെ വരാം, ഇത് വരാം അല്ലേ, ഇതും വരാം. ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്, 1 ആണ്. അതായത് ഫെയർ ഔട്ട്കംസ് എന്താണ്, 2 ആണ്. 2/4 എന്ന് പറയുന്നതാണ് 1/2. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A2 എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A2 അതായത് സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കണം, സെക്കൻഡ് ഡിജിറ്റ് 1 ആയിരിക്കണം. സെക്കൻഡ് ഡിജിറ്റ് 1 ആകുമ്പം ഇതും വരാം, ഈ 2 ഇതും വരാം അല്ലേ, ഇതും വരാം. സെക്കൻഡ് ഡിജിറ്റ് എന്താണ്, 1 ആണ്. ഇവിടെ എന്താണ്, ടോട്ടൽ 4 കാർഡുണ്ട്, 2 എണ്ണം. ഓക്കെ, അപ്പം 1/2. അതുപോലെ തന്നെ അടുത്തത് എന്താണ്, തേർഡ് ഡിജിറ്റ് എന്താണ്, 1 ആയിരിക്കണം. തേർഡ് ഡിജിറ്റ് 1 ആയിരിക്കുമ്പോൾ ഏതൊക്കെ വരാം, ഇതും വരാം അല്ലേ, തേർഡ് ഡിജിറ്റ് 1. അപ്പം പ്രോബബിലിറ്റി ഓഫ് A3 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയും 2/4 ആണ്, അതായത് 1/2 ആണ്. ഓക്കെ, നമ്മളോട് നോക്കുന്നത് പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും 1. ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും 1. ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും 1 ആവുന്നത് എപ്പോഴാണ്, ഇതാണ് അല്ലേ, ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും 1, വേറെ നമ്പർ ഇല്ല. ഫസ്റ്റ് ഡിജിറ്റും 1 ആണ്, സെക്കൻഡ് ഡിജിറ്റും 1 ആണ്. ഓക്കെ, ആണ് പി ഓഫ് A1 ആൻഡ് A2. ഫസ്റ്റ് ഡിജിറ്റും 1 ആയിരിക്കണം, സെക്കൻഡ് ഡിജിറ്റും 1 ആയിരിക്കണം. അത് ഒരു ഇതേ ഉള്ളൂ, ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കമേ ഉള്ളൂ, ഇതാണ്. അപ്പോൾ എന്ത് കിട്ടും, 1/4 അല്ലേ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3 കണ്ടുപിടിക്കണം. A1 ഇൻ്റർസെക്ഷൻ A3 അതിൻ്റെ അർത്ഥം എന്താണ്, A1 ഇൻ്റർസെക്ഷൻ A3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റും 1, തേർഡ് ഡിജിറ്റും 1. ഫസ്റ്റ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും 1 ആവുന്ന കേസ് ഇതാണ് അല്ലേ, ഫസ്റ്റ് ഡിജിറ്റ് 1ഉം തേർഡ് ഡിജിറ്റ് 1ഉം ആവുന്ന കേസ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1/4. ഓക്കെ, അടുത്ത എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ A3. അതായത് A2 ഇൻ്റർസെക്ഷൻ A3 നിന്ന് സെക്കൻഡ് ഡിജിറ്റ് 1ഉം തേർഡ് ഡിജിറ്റ് 1ഉം. സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും 1 ആവുന്നത് ഇത്, സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റും 1 ആവുന്നത് ഇത് മാത്രമാണ് വരുന്നത് അല്ലേ. സെക്കൻഡ് തേർഡ് ഡിജിറ്റും വരുന്ന 1 ആവുന്നത് ഈ ഒരു നമ്പറിലാണ്. അപ്പം ഇവിടെ ഒരു ഫേവറിലൂടെ ആക്കുമേ ഉള്ളൂ, 1/4. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ്, അതായത് A1ഉം A2ഉം പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്തായിരിക്കണം, പ്രോബബിലിറ്റി ഓഫ് A1 A2 ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് A1 A3 എന്തായിരിക്കണം, പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ആയിരിക്കണം. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ
A2 എന്താണ് 1/4. ഓക്കെ, ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ A1 A2 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്താണ്? 1/4 ആണ്. അത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ആയിരിക്കണം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു A2. പ്രോബബിലിറ്റി ഓഫ് A1 എന്താണ്? 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് A2 എന്താണ്? 1/2 ആണ്. ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 1/4 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 എന്താണ്? 1/4. പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 എന്താണ്? 1/4 എന്ന് കിട്ടി. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3 എന്താണ്? 1/4 ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് A1 എന്താണ്? 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് A3 എന്താണ്? 1/2 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 1/4 തന്നെ കിട്ടും. അപ്പോൾ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3 ഈസിക്കൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 തന്നെ ആണ്. അതുപോലെ തന്നെ ഈ കേസും പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ A3 എന്തെന്ന് കിട്ടി? 1/4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A2 എന്താണ്? 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് A3 1/2 ആണ്. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടും? 1/4 എന്ന് കിട്ടും. അതായത് A1ഉം A2ഉം എന്താണ്? നമുക്ക് മനസ്സിലായി. A1ഉം A2ഉം A3 എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഒരു നാലാമത്തെ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 എന്ന് കിട്ടണം. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3, അതായത് ഫസ്റ്റ് ഡിജിറ്റും 1ഉം സെക്കൻഡ് ഡിജിറ്റ് 1ഉം തേർഡ് ഡിജിറ്റ് 1ഉം. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും തേർഡ് ഡിജിറ്റ് 1, അതായത് 1 1 എന്ന് പറയുന്ന ഒരു നമ്പർ വേണം. ഇവിടെ നമുക്ക് എന്തില്ല? ഫസ്റ്റും സെക്കൻഡും തേർഡും ഡിജിറ്റ് 1 ആയിട്ടുള്ള നമ്പർ ഇല്ല അല്ലേ? അപ്പം പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്താണ്? ഇവിടെ 0 ആണ്. ഓക്കെ, പെയർ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 കൂടെ കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് A1 എന്താണ്? 1/2. പ്രോബബിലിറ്റി ഓഫ് A2 എന്താണ്? 1/2. പ്രോബബിലിറ്റി A3 എന്താണ്? 1/2. ഇത് നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/8 ആണ് കിട്ടുന്നത്. 0 നോട്ട് ഈക്വൽ ടു എന്താണ്? 1/8 ആണ്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണ്? ഇതെന്തല്ല, മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് അല്ല. മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 A2 A3 എന്ത് കിട്ടണം? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 എന്ന് ആൻസർ വരണമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? 0ഉം 1/8 ആണ്. എന്താണ്? മ്യൂച്വലി ഇൻഡിപെൻഡൻസ് അല്ല, പക്ഷേ അതെന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് ആണ്. ഈ രീതിയിലാണ് ഇത് എക്സാമിലൊക്കെ അല്ലെങ്കിൽ എസ്സേക്കൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് എന്താണ്? ഈ മ്യൂച്വലി ഇൻഡിപെൻഡൻസ് ആണോ? അല്ലെങ്കിൽ പ്രൂവ് ഓർ, ഇങ്ങനെയായും മിക്കവാറും ചോദിക്കുന്നത്. പ്രൂവ് ഓർ ഡിസ്പ്രൂവ് എന്താണ്? പെയർ വൈസ് ഇൻഡിപെൻഡൻസ് നീഡ് നോട്ട് ബി മ്യൂച്വലി ഇൻഡിപെൻഡൻസ്. നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലാണ്. അടുത്താണ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി. ഈ കോമ്പൗണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് 2 or more ഇവൻറ്റ്സ്. അതായത് 2 or 3 ഇവൻറ്റ്സ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്നതിനാണ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് എയും ബി എന്ന് പറയുന്നത് 2 ഇവൻറ്റ്സ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B പറഞ്ഞ പേരാണ് എന്ത്? കോമ്പൗണ്ട് പ്രോബബിലിറ്റി.